അതെ, അമ്മേനെ ഒന്ന് ചെറുതായിട്ട് പറ്റിച്ചാലോ? അമ്മേന്റെ റിയാക്ഷൻ ഒന്ന് ഞാനൊരു നോക്കണം. ഡെയിലി റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. രാവിലെ ഒരു 4:30 ആവുമ്പോൾ ഞാൻ എണീക്കും. 4:30 ആവുമ്പോൾ എണീച്ചിട്ട് പിന്നെ അടിച്ചു വാരി തുടച്ച് സത്യമായിട്ട് പറയടാ, അതാണ് അന്തസ്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിൽ കയറാറുള്ളത്. അടുക്കളയിൽ കയറിയ സമയത്ത് പിന്നെ രാവിലെ ചായക്കുള്ള കടി, പിന്നെ അതിൻ്റെ കറി, അതേപോലെ കൊണ്ടുപോകാനുള്ള ചോറ്, കറി, ഉപ്പേരി, പിന്നെ മീൻ പൊരിച്ചതോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏട്ടനും അച്ഛനും കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെ ആക്കി വയ്ക്കും. എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിക്കാൻ തന്നെ പോകാറ്. അപ്പോഴാണ് അമ്മ ഒന്ന് എണീക്കുക. അപ്പോഴേക്കും ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ അമ്മേനെ വിളിക്കും. അമ്മേനെ വിളിച്ച് അമ്മ എണീറ്റ് പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അന്നത്തെ ദിവസം പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചോറ്, അതേപോലെ രാത്രിക്കത്തേക്ക് 2 സമയത്തും ചോറ് തന്നെയാണ് വെക്കുക. അപ്പോൾ രാത്രിക്കത്തേക്കുള്ള ചോറ്, പിന്നെ അതിന് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ആ മീൻ കറി വെക്കും. അങ്ങനെ എല്ലാം ഞാനാ ചെയ്യുക. പിന്നെ അതേപോലെ അലക്കി ആറിയിട്ടതൊക്കെ അമ്മ കേട്ടോ കൊണ്ടുവയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ മടക്കി സെക്ഷനാക്കി അലമാരിയിലൊക്കെ ഞാനാണ് വെച്ച് കൊടുക്കാറുള്ളത് അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇങ്ങനെയല്ലേ ശരിക്കും എന്നും? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക്. ഒക്കെ ശരിയാണ്.